നീ 4 ദിവസം ഏതോടെ ചോട്ടം കൊണ്ടുപോയണം ആര് ആ ഉമാരെ കണ്ട അവിടെ തൂറാൻ മാറിയതാ പോരും. നീ വന്നോരം പോയാലും എന്റെ പേരിൽ എന്തിനാണ് ഇവിടെ കയറ്റി കിടത്തണേ? ആരെന്നാ ചോദ്യോടാ നീ എന്നോട് ചോദിച്ചേ? എടാ നിന്റെ പേര് പറഞ്ഞതിന് മുമ്പ് കൂടെ ആൾക്കാർ താമസിച്ചില്ലേ? നിന്റെ പറമ്പിലെ റബ്ബറിന്റെ കുഴുകുത്താൻ ഞാൻ എവിടെ ഇട്ട് കുഴുകുത്താൻ? എന്റെ റബ്ബർ മുഴുവൻ അടങ്ങൽ കൊടുത്തു നിനക്ക് അറിഞ്ഞൂടെ? ഞാനല്ല വിളിച്ചോണ്ട് ആ നാളെ വിളിച്ചോണ്ട് പൂർണ്ണ ഈ കണ്ടോരം ഇങ്ങോട്ട് വിളിച്ചോണ്ടിരുന്നേ. തങ്കോ അണ്ണാന്ന് മാറ്റി കുണ്ണാന്ന് വിളിക്കാൻ എനിക്ക് അറിയാട്ടോ. മയില് അവരെന്താ പറഞ്ഞേ? നീ പറ. നിന്റെ പേര് പറഞ്ഞല്ലോ അവന്മാർ ഇവിടെ വന്നേ. ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയാമല്ല അവരെ. നീ പറ ആരാന്നു? നീ അല്ലടാ അവന്മാരെ കൊണ്ടുവന്നേ. പറയണ കൊണ്ടേ ആരവര്? പൂറിമാരോടെയുള്ളവരൊക്കെ പിന്നെ പൂറും കൊണ്ടും തിരിക്കാന്ന് കരുതിട്ടാ കൊന്നാളെ നിർത്തറ പോലെയാടി മക്കളെ. കണ്ടവന്മാര് വന്ന് അവരാജിട്ട് പോയിട്ട് എന്റെ കെട്ടിന്റെ മെക്കിട്ട് കയറുന്ന നിന്നെയൊക്കെ വീട്ടിൽ കീറി കളയും കേട്ടോ അമ്മായികളെ. അവന്മാര് വരുന്നുണ്ട്, അവന്മാരോട് ചോദിച്ചു നോക്ക്. അവർക്കെന്തോ മനസ്സിലായിട്ടുണ്ട്. ഒരു മണ്ടത്തിലൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. ഞാൻ പറയുന്ന പറഞ്ഞാൽ മതി. നിങ്ങളെ ഏതാ കുണ്ണുങ്ങളെ? ഞങ്ങള് തങ്കഞ്ഞാന്റെ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട്. തങ്കഞ്ഞാന്റെ അണ്ടി. നീ ഏതാ കുണ്ണേ? ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുഴി കുത്താൻ വേണ്ടി. ഏത് കുറ്റിന്ന്? ഏത് കുട്ടികളെ കൊണ്ടാ നീ കൂടി കുത്തിയില്ലേ? പിന്നെ എന്തിനാ കൊണ്ടാളെ നിങ്ങൾ ഇവിടെ ഫോൺ വിളിച്ച്? ഏത് കുറ്റി കൊണ്ടിരുന്ന്? നീ തങ്ങനെ അറിയോ? തങ്കഞ്ഞാ ഞങ്ങളെ എടാ കുണ്ണെ തങ്കൻ ഞാനോ എടാ കുണ്ണ പുറി മോനെ. നീ എന്നെ കണ്ടണ്ടാ? അല്ല നമ്മള് കൂരാച്ചുണ്ടില് നീ പൂറ്റില് നീ എന്നെ കണ്ടണ്ടാ? നീ എന്നെ അറിയോ? ചേട്ടനെ ഞങ്ങളറിയാം. പിന്നെ എന്ത് പൂഴെടുക്കാനാ? എന്ത് പൂഴെടുക്കാനാ നീ ഇവിടെ വന്നേ? നിന്നോട് ആരൊക്കെ ഉണ്ടാ? പറടാ. ഞങ്ങള് കുഴി കുത്താൻ വേണ്ടി പറഞ്ഞിട്ട് വന്നതാണ്. കുഴി നിന്റെ അമ്മ ആരൊക്കെ ഉണ്ടാ? നിങ്ങൾ എത്ര പേരുണ്ടാ? കാര്യം ഞങ്ങൾക്ക് അറിയാം. എത്ര പേരെന്ന് പറയടാ. പെണ്ണ വരപ്പെട്ട് അവരാണ് അതിന്റെ മക്കളെ. നിന്നോട് ചോദിച്ചാലോ എന്ത് പൂറുണ്ടാക്കാനാണ് നീ ഇവിടെ വന്നേ? ഇനി വെച്ച് താമസിപ്പിക്കണ്ട, അങ്ങ് തീർത്താക്കാം. അപ്പൊ ശവന്നായും മുഴുവൻ എനിക്ക് വേല. അത് ശരിയാ, വല്ല പട്ടിയും കടിച്ചു വലിച്ച് പുറത്തിട്ടാലോ. ഈ നാലുകളെ പഞ്ചായത്തായിട്ട് കത്തിച്ചാലോ? എന്റെ തങ്ക അതിന് മാത്രം പഞ്ചാര കിട്ടാൻ റേഷൻ കടയൊന്നും ഇല്ല ഇവിടെ. യുവമാരെ തല്ലിക്കൊന്ന് നമുക്ക് ആറ്റിലെറിഞ്ഞാലോ? പറഞ്ഞെന്ന് സമയം പോകും, കർശനമാക്കി എളുപ്പം. ഒരാളെ കൊല്ലാൻ ഇതിന് മാത്രം ആലോചിക്കണം. അവിടെ കമ്പോസ്റ്റിന് എടുത്ത് കുഴിയുണ്ട്, അതിനകത്തോട്ടങ്ങ് ചവിട്ടി താത്തിയേരെ. നല്ല മണമല്ലേ? കാപ്പിയൊക്കെ നിൽക്കുന്നുണ്ടോ? എല്ലാം തീർത്തിട്ട് പെട്ടെന്ന് വന്നേക്കണം, വൈകുന്നേരത്തേന് കറി ഉണ്ടാക്കാനുള്ള. എന്റെ വീട്ടും പേരല്ല, മയിലാട് പാറ എന്റെ വീട്ടും പേര്. പിന്നെ നീ എന്നോട് നേരത്തെ കുഴിച്ചിടുവന്നോ പഞ്ചാര വെച്ച് പൂട്ടിൽ കത്തിക്കുമെന്നോ എന്നാടാ കൊണ്ടേ പറഞ്ഞത്? എന്റെ പൊന്നു സാറേ, ഞങ്ങൾ ഈ നാട്ടുമ്പുറത്താറല്ലേ സാറേ. നിങ്ങൾ കള്ളന്മാരെന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞോട്ടെന്ന് വെച്ച് പറഞ്ഞത്, അല്ലാണ്ട് നമ്മള് അങ്ങനൊക്കെ ചെയ്യോ? ഈ ജോയി ഇവനോടുണ്ടാ? ജോയോടുണ്ടോ? വീട്ടിലുണ്ട് സാറേ. പൂറി മോനെ നടക്കണോ? കറിയപ്പലിയാട് നിനക്കാൻ വരുന്നില്ലോ ആപ്പോണ്ട് ഇരുട്ടീന്ന്. ഓടാ
പറ്റിക്കാനുള്ള പരിപാടിയാണെങ്കിലേ ഇതിന്റെ ഉണ്ട എത്ര ദൂരം വരുമെന്ന് നിനക്കറിയാമോ? അവനെ കാണുന്നില്ലോ. അവനെ എസ്കേപ്പ് ആയടാ. മുങ്ങാവുന്നിരിക്കോ? എന്റെ പൊന്നു സാറേ, ഞാൻ എങ്ങോട്ട് മുങ്ങാന സാറേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആള് ഞാനല്ല. അടക്കടാ. സാർമാര് വഴി തരില്ലേട്ടാ, ഇതൊരു വിടക്കേട്ട സ്ഥലം, അതാണ്. ജീപ്പൊന്നും പോകത്തില്ലാടാ നിന്റെ വീട്ടിലോട്ട്? നമ്മുടെ കയ്യിൽ അതിനുള്ള വകയൊന്നുമില്ല സാറേ. അപ്പനും അമ്മയും മരിച്ചതിന് ശേഷം കരിക്കോട്ടുകാരിന്ന് ഇവിടെ ഒന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്ത്. ഡാടാ, നിന്നോട് ജീപ്പ് പോകുന്ന വെച്ച് നീ അതിന് മാത്രം മറുപടി കാണണ്ട കേട്ടോ. അതാണ് നിന്റെ ഭൂമിശാസ്ത്രം അറിയണ്ട. എന്താ നിന്റെ സൈന്യാണോ ബാക്കിൽ വന്നത്? സാർമാര് ക്ഷണിച്ചോ? ഈ വഴി കുറച്ചുകൂടി പോണം. നടക്കടാ. ഈ വഴി കുറച്ചുകൂടി പോണം. നടക്കടാ നടക്കടാ നടക്കടാ. അവരവിടെ നമുക്ക് ഈ ചുമല് വട്ടമാക്കണം. നോക്കി നോക്കേ. കണ്ണുമോറും കഴിയുക. ഒരുപാട് വളർത്തണ്ടാ. നമുക്ക് ഈ വഴി എളുപ്പം കയറാം. ഇങ്ങനെ